മാനന്തവാടിയിൽ ആദിവാസി യുവാവിനെ വലിച്ചിഴച്ചു കൊണ്ടുപോയി എന്ന് ആ കാർ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വയനാട് കണിയാമ്പുഴയിൽ നിന്നാണ് കാർ കസ്റ്റഡിയിലെടുത്തത്. കാർ ഓടിച്ച കണിയാമ്പറ്റ സ്വദേശി ഹർഷിത് അടക്കമുള്ള പ്രതികളെ തിരിച്ചറിഞ്ഞു. അരയ്ക്കും കൈകാലുകൾക്കും പരിക്കേറ്റ ചെമ്മാട് നഗർ സ്വദേശി മാതൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മാനന്തവാടി പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി ഒ ആർ കേളുവും പോലീസിന് നിർദ്ദേശം നൽകി. പ്രതികൾക്കായി അന്വേഷണം വ്യാപിപ്പിച്ചതായി പോലീസ് പറഞ്ഞു. നിലവിൽ അർഷിതും അവൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള 3 പേരൊന്നും ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളൂ. അർഷിദിൻ്റെ പേരും അഡ്രസ്സൊക്കെ കിട്ടി. കണിയാമ്പറ്റ സ്വദേശിയാണ്, പച്ചിലക്കാട്. ഇനിയുള്ള 3 പേരെ കൂടെ കണ്ടുപിടിക്കുന്നത് അയാൾക്കേ അറിയാൻ പറ്റുള്ളൂ. ഈ വാഹനത്തിന് നമ്പർ വെച്ചിട്ട് നേരത്തെ കുറ്റിപ്പുറം സ്വദേശികളാണെന്നാണ് മനസ്സിലാക്കിയത്. പക്ഷേ ഈ RC മാറ്റാത്തതാണ്. കുറ്റിപ്പുറം സ്വദേശിയാണ്. അവരുടെ മകളെ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ്, പച്ചിലക്കാട്. അപ്പം മകളുടെ ഭർത്താവിനായിട്ടാണ് ഈ വണ്ടി കൊടുത്തിരിക്കുന്നത്. അർഷിത് എന്ന് പറയുന്ന ആളാരാണ്? അർഷിത് എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ അനിയനാണ്. ഇതിൽ മൊത്തം 4 പേരാണ് പറയുന്നത്. വിവരങ്ങളുമായി ദീപക് മോഹൻ നമുക്കൊപ്പം എത്തുന്നു വയനാട്ടിൽ നിന്ന്. ഗുഡ് ഈവനിംഗ് ദീപക് മോഹൻ. മാതനെ ഇടിച്ചു വീഴ്ത്തിയ കാറ് കിട്ടി. കാറിൽ ഉണ്ടായിരുന്നവർ എവിടെ പോയി? സുജിയ പാർവതി, ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. മാതനെ ഇടിച്ച ചുവന്ന മാരുതി സുസുക്കി സെലേറിയോ കാറാണ് ഇന്ന് മാനന്തവാടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. CI സുനിൽ ഗോപിയുടെ നേതൃത്വത്തിലുള്ള 5 അംഗ അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിച്ചത്. ഇന്നലെ വൈകിട്ടോടുകൂടി ഈ സംഭവം നടന്നു. പിന്നീട് ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങൾ വാർത്തയായതിനെ തുടർന്നാണ് പോലീസ് ഈ വാഹനത്തെ പറ്റി അന്വേഷിച്ചത്. അങ്ങനെയാണ് വാഹനം കമ്പളക്കാടിന് സമീപത്തുള്ള പച്ചിലക്കാട് എന്ന് പറയുന്ന സ്ഥലത്തുണ്ടെന്ന് കണ്ടെത്തിയത്. വാഹനം ഓടിച്ചത് അർഷിദ് എന്ന പച്ചിലക്കാടുള്ള ഒരു സ്വദേശിയാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വാഹനത്തിൽ മറ്റ് 3 ആളുകൾ കൂടി ഉണ്ടായിരുന്നു. ഈ 3 ആളുകൾ ആരാണെന്ന് തിരിച്ചറിയാനുള്ള അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ട് തന്നെ കൂടെ ഉണ്ടായിരുന്നത് ആരാണ് എന്നതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഹർഷിദിനെ പിടികൂടേണ്ടതുണ്ട്. അതിനായി ഹർഷിദിനായി ഊർജിതമായ തിരച്ചിൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഈ വാഹനത്തിൽ വലിച്ചിഴച്ച് ഏകദേശം 400 മീറ്ററോളം ദൂരത്തിൽ ഈ മാതനെ വലിച്ചിഴച്ച് മാതൻ്റെ കൈകാലുകൾക്കും മുട്ടിനും അരയ്ക്ക് താഴോട്ടുമെല്ലാം ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. മാതൻ ഇപ്പോഴും മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. അതിനിടയിലാണ് പോലീസ് ത്വരിതഗതിയിൽ ഈ വാഹനം കണ്ടെത്തിയത്. പക്ഷേ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ, അതായത് 4 ആളുകൾ ഉണ്ടായിരുന്നു എന്ന് മാതൻ പറയുന്നുണ്ട്. അതിൽ അർഷിദ് എന്ന ആളെ മാത്രമേ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. പോലീസും തിരിച്ചറിഞ്ഞതിന് പ്രകാരമാണ് ഒരാളെ മാത്രമേ ഇപ്പോൾ മനസ്സിലായിട്ടുള്ളൂ. ബാക്കി 3 ആളുകൾ കാർ ഓടിച്ചത് കണിയാമ്പറ്റ സ്വദേശിയാണ്. ഒപ്പം ഉണ്ടായിരുന്ന 3 പേരെ കൂടി തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അവർക്കായുള്ള അന്വേഷണം ഇപ്പോഴും നടക്കുന്നതേയുള്ളൂ. ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. ഇനിയും